എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 6th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഒക്ടോബർ 8-ാം തീയതി അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് സഹിതവും വിദ്യാർത്ഥികൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ വരികയും ചെയ്യുന്നതായിരിക്കും. അതായത് പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അപ്പോൾ ഇനിയുള്ള അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടെൻറ്ററ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടെൻറ്ററ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ വെബ്സൈറ്റിൽ നിന്നും അതായത് LBSന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെൻറ്ററ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടെൻറ്ററ്റീവ് അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്ക് അതായത് NRI കോട്ടയിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് ഒക്ടോബർ 14-ാം തീയതിയാണ്. NRI കോട്ടയിൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ പിന്നീട് ഇവിടെ നോ കോഴ്സ് ഓർ കോളേജ് ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് NRI കോട്ട വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് അത് സ്പോട്ട് അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ നേടുകയാണ്. അതായത് 14-ാം തീയതി നടക്കുന്ന ആ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വഴി നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് കോഴ്സോ കോളേജോ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ഒരു 14-ാം തീയതി നടക്കുന്ന ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്കുള്ള കോളേജ് ജോയിനിങ് ഈ ഒരു ഒക്ടോബർ 16-ാം തീയതിയാണ്. NRI കോട്ടയിൽ നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ട്യൂഷൻ ഫീസും മാത്രമായിട്ടും സ്പെഷ്യൽ ഫീസായിട്ടും വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ജനറൽ അലോട്ട്മെൻ്റ് ഉണ്ട്. അതായത് 8ാമത്തെ അലോട്ട്മെൻറ്റിന് ആയിട്ടാണ് ജനറൽ അലോട്ട്മെൻറ്റ് വരിക. സ്പോട്ട് അലോട്ട്മെൻറ്റ് 7ാമത്തേതും അതുപോലെ തന്നെ ഈ ഒരു ജനറൽ അലോട്ട്മെൻറ്റ് 8ാമതായിട്ടുമാണ് വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതായത് SC ST OEC OBC അതുപോലെ തന്നെ SC BC അതുപോലെ EWS അതുപോലെ ജനറൽ കാറ്റഗറി എന്നിങ്ങനെ ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതായത് ജനറൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 14 മുതൽ ഒക്ടോബർ 15-ാം തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിനുശേഷം 8ാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഒക്ടോബർ 16-ാം തീയതിയാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 18-ാം തീയതിക്കുള്ളിൽ അതായത് 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അടക്കാൻ സാധിക്കും. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു ഒക്ടോബർ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് 9th അലോട്ട്മെൻ്റ് ആയിട്ട് നടത്തുന്നത് ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനോ അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ പിന്നീട് ആ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനോ കോളേജ് ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ഒക്ടോബർ 21-ാം തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്കുള്ള കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത് ഒക്ടോബർ 22-ാം തീയതിയാണ് കോളേജ് ജോയിനിങ് നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ വിൽ ബി പബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദ വേക്കൻസീസ് റിപ്പോർട്ടഡ് ഫ്രം ദ കോളേജ്. അതായത് ഇതിന് ശേഷമുള്ള അലോട്ട്മെൻറ്റുകൾ ഓരോ കോളേജും റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജനറൽ അലോട്ട്മെൻറ്റ് അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 14, 15 തീയതികളിലായിട്ടാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. 18-ാം തീയതിക്കുള്ളിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടണം. അതുപോലെ NRI കോട്ടയിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 14-ാം തീയതി LBSന്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് പോയിട്ടുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ NRI കോട്ടയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു വർഷം നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഇതിനോടൊപ്പം ഹോസ്റ്റൽ ഫീസും മറ്റ് ഫീസുകളും ഉണ്ടായിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് 21-ാം തീയതിയാണ് ഈ ഒരു SC ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ ഒരു വേക്കൻസിയിലേക്കുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്.
അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് എത്ര വേക്കൻസിയാണ് SC/ST വിദ്യാർത്ഥികളുടെ ആ ഒരു റിസർവേഷൻ ഉള്ളത് എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള പാരാമെഡിക്കൽ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിലേക്ക് പങ്കെടുക്കുന്നതിനായിട്ട്, അതായത് അതിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാത്രമാണ് അന്നേ ദിവസം ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജ് ചേഞ്ച് ചെയ്യാനോ പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നീട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ 22-ാം തീയതി ആയിരിക്കും ഉണ്ടാവുക. അതായത് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ NOC ഈസ് മാൻഡറ്ററി ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് ഗോട്ട് അഡ്മിഷൻ ഇൻ കോളേജസ് അതർ ദാൻ ഗവൺമെൻറ് കോളേജസ് അലോട്ടഡ്. Candidates who do not join colleges after in special or spot allotment will not be considered for subsequent allotment. അതായത് നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതൊരു കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കാൻ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലിലോ സ്പോട്ടിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു 6th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഒക്ടോബർ 10-ാം തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.